വാട്ട് ഈസ് ഇൻവേർഷൻ ഓഫ് സുക്രോസ്? എന്താണ് ഇൻവേർഷൻ ഓഫ് സുക്രോസ് എന്ന് പറഞ്ഞാൽ? ഇൻവേർഷൻ ഓഫ് സുക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സുക്രോസിനെ ഹൈഡ്രോളിസിസ് ചെയ്യും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോഴെന്ത് പറ്റും? അതിൻ്റെ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആയിട്ടുള്ള ആരൊക്കെയാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ഇൻവേർഷൻ ഓഫ് സുക്രോസ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ സുക്രോസിന് എന്ത് ചെയ്യും? ഹൈഡ്രോളിസിസ് ചെയ്യും. അപ്പോഴേക്കും അത് അതിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഇൻവേർഷൻ ഓഫ് സുക്രോസ് അല്ലെങ്കിൽ ഇൻവേർഷൻ ഓഫ് ഷുഗർ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? C12H22O11 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ സുക്രോസിന് എന്ത് ചെയ്യുകയാണ്? വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യണം. വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനാണ് ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ആരൊക്കെ ഉണ്ടാവും? അതിൻ്റെ മോണോസാക്കറൈഡ് യൂണിറ്റ് ആയിട്ടുള്ള ഫ്രക്ടോസും അതുപോലെ തന്നെ ഗ്ലൂക്കോസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആരോയിൽ, അതായത് ഇവിടുത്തെ എൻസൈമായിട്ട്, ഇവിടുത്തെ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആരൊക്കെയാണ്? സൂക്രേസ് എന്ന് പറയുന്ന എൻസൈമിനെയും അതുപോലെ തന്നെ ഡൈല്യൂട്ട് ആസിഡായിട്ടുള്ള HClO അതുപോലെ തന്നെ H2SO4 ആയിട്ടുള്ള ഡൈല്യൂട്ട് ആസിഡിനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാറ്റലിസ്റ്റ്, ഇവിടെ ഈ ആരോയിൽ കാറ്റലിസ്റ്റുകളുണ്ട്. ആരൊക്കെയാണ്? ഈ ആരോ മാർക്കിൽ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ സൂക്രേസ് എന്ന് പറയുന്ന എൻസൈമും അതുപോലെ തന്നെ ഡൈല്യൂട്ട് ആസിഡായിട്ടുള്ള HClO H2SO4 ആണ് നമ്മളിവിടെ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ഈ സൂക്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെക്സ്ട്രോ റൊട്ടേറ്ററിയാണ്. ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആഫ്റ്റർ ഹൈഡ്രോളിസിസിന് ശേഷം ഇവർ ആരൊക്കെ ആയിട്ട് മാറുമെന്ന് പറഞ്ഞു? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് റിമൈൻസ് എന്താണ്? ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ബട്ട് ഫ്രക്ടോസ് എന്താണ്? ലീവോ റൊട്ടേറ്ററി ആയിട്ട് മാറും. സ്ട്രോങ്ലി ലീവോ റൊട്ടേറ്ററി ആയിട്ട് മാറും. അപ്പോൾ അവിടെ എന്താണ്? ഒരു ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഇൻവേർഷൻ ഓഫ് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവേർഷൻ ഓഫ് ഷുഗർ ആണ് നോക്കാൻ പോകുന്നത്. ഈ ഇൻവേർഷൻ ഓഫ് ഷുഗർ വെച്ചിട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് മേക്കിംഗ് ഹണി ആണ്. നമുക്ക് ഹണി മേക്ക് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളാണ് നമ്മുടെ ഇൻവേർഷൻ ഓഫ് സുക്രോസ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റനറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൽക്കഹോൾ പ്രൊഡക്ഷൻ, ഫെർമെൻറ്റേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻഡി മേക്കിംഗ് ആൻഡ് ക്യാൻഡി മേക്കിങ്ങിനും ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ സുക്രോസ് എന്ന് പറഞ്ഞാൽ, ഇൻവേർഷൻ ഓഫ് സുക്രോസ് എന്ന് പറഞ്ഞാൽ.